ഹായ് കൂട്ടുകാരെ, നമ്മളന്ന് ഗ്ലോ ബാഗിൽ നിറച്ച് ഇത് ഗ്ലോ ബാഗ് നിറയ്ക്കുന്നത് ഞാൻ കാണിച്ചു തന്നില്ലേ. അപ്പോൾ അതിൽ ചെടി നട്ടിട്ട് ഇത്ര വലുതായി. ഇനി അതിന് കുറച്ച് ജൈവവളം ഇട്ട് കൊടുക്കുന്നതാണ്. പിന്നെ അത് ഇത് നമ്മൾ റിങ് കമ്പോസ്റ്റിൽ പച്ചക്കറീൻ്റെ വേസ്റ്റെല്ലാം ഇട്ടിട്ട് ചീഞ്ഞ് അത് ഒരു ഡ്രമ്മ് നിറഞ്ഞിട്ടാകുമ്പോൾ പിന്നെ മറ്റേ ഡ്രമ്മിൽ ഇട്ട് കഴിയുമ്പോൾ ആദ്യത്തെ ഡ്രമ്മിൽ വളമെല്ലാം ഇതേപോലെയാവും, നല്ല പൊടി വളമാകും. എല്ലാവരും പുഴു അത് എന്നെല്ലാം പറയും. അതെല്ലാം പിന്നെ കുറേ കഴിയുമ്പോൾ തനി തന്നെ പോകും. ഇതെല്ലാം വളമായി കഴിയുമ്പോൾ പിന്നെ ഉണങ്ങിയിട്ട് ഇതേപോലെയാവും. നമ്മൾ കോരിയിട്ടിട്ടൊന്നുമില്ല, എന്നിട്ട് തന്നെ അതിൽ നിന്ന് തന്നെ കോരി എടുത്തതാണ്. നല്ല പൊടി വളമായി. അത് പിന്നെ കുറേ ഇടാണ്ട് നിൽക്കുമ്പോൾ പിന്നെ ഇങ്ങനെ പൊടി വളമാവും. അത് ഈ പച്ചക്കറി കിട്ടാൻ നല്ല ഉഷാറാവും വേഗം. എന്നിട്ട് ഇങ്ങനെ വളമിട്ടിട്ട് ഒന്ന് ചുള്ളി കൊടുക്കണം കുറേശ്ശെ. എന്നിട്ട് അതിനെന്നാലേ വേരിന് നല്ല ഇളക്കം കിട്ടും. നമുക്ക് പിന്നെ പറമ്പിലെല്ലാം നടുമ്പോഴത്തേക്കും കോഴീനെല്ലാം ഉണ്ട്. കോഴീനെല്ലാം കൂട്ടിൽ ആക്കാണ്ട് നമ്മളിങ്ങനെ ഇളക്കി വളർത്തില്ല. അപ്പോൾ കോഴി നശിപ്പിക്കുന്നതുകൊണ്ടാണ് നമ്മളെ വീട്ടിൻ്റെ മേലെ തന്നെ നമ്മളെ ആവശ്യത്തിനുള്ള പച്ചക്കറി ഉണ്ടാക്കുന്നത്. ഇവിടെ കോട്ടപ്പയറും എല്ലാം വേലി കെട്ടിയിട്ട് നല്ല വാർപ്പിൻ്റെ മേലെ തന്നെ ഇങ്ങനെ വേലി കെട്ടിയിട്ട് നമ്മൾ കോട്ടലെല്ലാം കുത്തി കൊടുക്കുന്നത് ഇങ്ങനെയാണ്. പയറെല്ലാം ഇതേപോലെ ഇങ്ങ് വളർന്ന് വലുതായി. ഇല്ല, നമുക്ക് ആവശ്യമുള്ള ഇഞ്ചിയും മഞ്ഞളും എല്ലാം വാർപ്പിൻ്റെ മേലെ തന്നെയാണ് നടുന്നത്. അപ്പോൾ തക്കാളിയും വണ്ടിയും എല്ലാം വെച്ചിട്ടിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം ഇങ്ങനെ നട്ട് ഇതാക്കലാണ്. നമ്മളെ വീട്ടിലേക്ക് ആവശ്യമായ എല്ലാം കോഴക്കയോ എല്ലാം ഇവിടെ തന്നെ വെച്ചിടലാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ പ്രോത്സാഹിപ്പിക്കുക.